കായംകുളം MSM സ്ഥാപനങ്ങളുടെ സ്ഥാപകനായ PK കുഞ്ഞിന്റെ പേരിലുള്ള PK കുഞ്ഞ് സാഹിബ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. മലങ്കര കത്തോലിക്ക സുറിയാനി സഭ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷിയോ മാർ ഇഗ്നാത്തിയോസ് മെത്രോപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. കായംകുളം MSM സ്ഥാപനങ്ങളുടെ സ്ഥാപകനായ PK കുഞ്ഞിന്റെ പേരിലുള്ള PK കുഞ്ഞ് സാഹിബ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. മലങ്കര കത്തോലിക്ക സുറിയാനി സഭ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷിയോ മാർ ഇഗ്നാത്തിയോസ് മെത്രോപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുടുംബങ്ങളിൽ പൂർവികർ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞെ, ദൈവത്തെ മറന്ന് പ്രവർത്തിക്കരുത്. എവിടെയാണെങ്കിലും ദൈവം നിന്നോടുകൂടിയുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നാം എല്ലാവരും വളർന്നു വരുവാൻ ഒരു മാസക്കാലം സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റേതുമായ സന്ദേശം മനുഷ്യ സമൂഹത്തിന് സംലഭ്യമാക്കി കൊടുക്കുകയാണ് ഈ നോമ്പുകാലം. ഇത് നോവും അൻപും കൂടെ ചേരുന്നതാണ്. നോവ് എന്ന് തമിഴിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേദന എന്നാണ്. രോഗം, പ്രയാസങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇവിടെ 2 ട്രസ്റ്റുകൾ ചേർന്ന് ഇത് നടത്തുമ്പോൾ ഇതിനെ നേരിടുന്ന പ്രതിസന്ധികൾ ഒക്കെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന് നാം സ്നേഹത്തിൽ കണ്ടെത്തുവാനുള്ള ഒരു വലിയ അവസരമാണത്. പാപബോധവും പശ്ചാത്താപവും നേടിയെടുത്തുകൊണ്ട് ജീവിതത്തിലൂടെ വന്ന കുറവുകൾക്ക് ദൈവം മുമ്പാകെ, മനുഷ്യരുടെ മുമ്പാകെ, മനസാക്ഷിയുടെ മുമ്പാകെ, ഈ പ്രപഞ്ചത്തിന് മുമ്പാകെ വന്നുപോയ കുറവുകൾക്ക് പരിഹാരമന്വേഷിച്ചുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും മനസാക്ഷിയോടും ഈ പ്രപഞ്ചത്തോടും ഐക്യപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരവസരമാണ് ടൈം ഓഫ് ഗ്രേസ്, കൃപയുടെ കാലഘട്ടം. പൈശാചികമായ ശക്തിയെ അതിജീവിക്കുവാനുള്ള ഒരു കാലഘട്ടമാണ്. സൃഷ്ടിയുടെ ആരംഭം മുതൽ പൈശാചിക ശക്തിയുടെ സംഹാര താണ്ഡവം അഴിച്ചുവിട്ടുകൊണ്ട് സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുവാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. മതപരമായ കാര്യങ്ങൾക്ക് നിഷ്കർഷയോടെ, നിഷ്ഠയോടെ 5 നേരം നിസ്കരിച്ച് ഈശ്വരീയ ധർമ്മം പുലർത്തുന്ന മുസൽമാനും കൃത്യമായി പള്ളിയിൽ പോയി ആരാധന നടത്തുന്ന ക്രൈസ്തവനും ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന ഹിന്ദുവും, അള്ളാ എന്ന മുസ്ലിം വിളിച്ചാലും യേശുദേവ എന്ന ക്രൈസ്തവൻ വിളിച്ചാലും ദേവി എന്ന് ഹിന്ദുക്കൾ വിളിച്ചാലും ഈ പ്രാർത്ഥന ചെന്നെത്തുന്നത് ഒരു ഇടത്തിലാണെന്ന് ചിന്തിക്കാൻ കഴിയുന്ന പുണ്യാത്മാക്കളുടെ സംഗമമാണ് ഇഫ്താർ സംഗമം. വളരെ തുറന്ന മനസ്സോടുകൂടി വന്നവരാണ് നമ്മൾ. അമ്മയുടെ മുലപ്പാൽ കുടിച്ച് ജീവിച്ചവരാണ് നമ്മളെല്ലാം. ആ വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നെങ്കിൽ ഉദയം മുതൽ അസ്തമയം വരെയുള്ള 12 മണിക്കൂർ, 4 യാമം, 1 മണിക്കൂർ 2.5 നാഴികയും 3 മണിക്കൂർ 1 യാമവുമാണ്. 6 മുതൽ 9 വരെ, 9 മുതൽ 12 വരെ, 12 മുതൽ 3 വരെ, 3 മുതൽ 6 വരെ തുപ്പൽ പോലും ഇറക്കാതെ ആന്തരിക അവയവങ്ങളെ സംശുദ്ധമാക്കി മസ്തിഷ്കത്തിലേക്ക് മനസ്സെന്ന് പറയുന്ന അവയവം ശരീരത്തിലില്ലാത്തതിൻ്റെ കുറവ് പരിഹരിക്കുന്ന മുസൽമാൻ സഹോദരങ്ങളെ ഞാൻ ആദ്യമായി നമസ്കരിക്കുകയാണ്. ഈശ്വരീയ ധർമ്മത്തിൻ്റെ ആ വലിപ്പം ഭാഷയ്ക്കും ജാതിക്കും മതത്തിനും അതീതമായി ഒന്നുണ്ട് എന്ന് ചിന്തിക്കാൻ നമ്മളെ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. ഞങ്ങളാരും ഇല്ലെങ്കിലും ഈ ഇഫ്താർ സംഗമം, ഈ സൗഹൃദ സദസ്സ് ശ്രേഷ്ഠമാകും. പക്ഷെ നമ്മളെ ഇരുത്തി ആനപ്പുറത്തിരിക്കുമ്പോഴുള്ള വലിപ്പം ആനയുടെ വലിപ്പമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ ചടങ്ങാണിത്. അതിൽ പങ്കുചേരാൻ സാധിക്കുന്നത് നമ്മുടെ പുണ്യമാണ്, ഭാഗ്യമാണ്, നമ്മുടെ ഐശ്വര്യമാണ്. MSM ട്രസ്റ്റ് പ്രസിഡന്റ് സാദിഖ് അലി ഖാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രതിഭ MLA, വിവരാവകാശ കമ്മീഷണർ A. അബ്ദുൽ ഹക്കീം, ട്രസ്റ്റ് സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ്, പള്ളിക്കൽ സുനിൽ, അഡ്വക്കേറ്റ് T. സമീർ, KH ബാബുജാൻ, A. ത്വാഹ മുസലിയാർ, PS സുൽഫിക്കർ, പാലമുറ്റത്ത് വിജയകുമാർ, KK നൌഷാദ്, B. അബിൻ ഷാ, T. സൈനുലാബ്ദീൻ, AM കബീർ, H. ബഷീർ കുട്ടി, I. ഷിഹാബുദ്ദീൻ, കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.